എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്നലെ 5/2/2026 നടത്തിയ ബൈൻഡർ ഗ്രേഡ് 2 പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 18/2026. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഫ്രഞ്ച് വിപ്ലവം. താഴെ പറയുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി 1, 3, 4 പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. 1857 കലാപത്തിന് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ്. കലാപത്തിൽ ഗ്രാമീണരെ സംഘടിപ്പിക്കുന്നതിൽ ഷാമൽ പ്രധാന പങ്കുവഹിച്ചു. ഛോട്ടാ നാഗ്പൂരിലെ സിംഗ് ഭൂമിലെ ഗോത്രവർഗ്ഗക്കാരുടെ കലാപത്തിന് ഗോനു നേതൃത്വം നൽകി. കലാപസമയത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫർ ബഹദൂർ ഷാ രണ്ടാമൻ ആയിരുന്നു. ഭൂമിയുടെ ഘടനയെക്കുറിച്ച് ചുവടെ ചേർത്ത പ്രസ്താവനയിൽ ശരി ഏതാണ്? ഓപ്ഷൻ ബി 2 മാത്രം ശരിയാണ്. ഭൂമിയുടെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ശാസ്ത്രജ്ഞർക്ക് ഏറെ സഹായകമായത് ദ്വിതീയ തരംഗങ്ങൾ ആണ്. ഇന്ത്യയുടെ വിവിധ ഭൂപ്രദേശങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ 1 മാത്രം ശരിയാണ്. ഇന്ത്യയുടെ ഉത്തരപർവ്വതം ഒരു നിമഞ്ജന മേഖലയാണ്. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപകൽപ്പന മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയതാണ്. 1962 ഇന്ത്യ ചൈന യുദ്ധം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പുരോഗതിയെ പ്രതികൂലമായി ബാധിച്ചു. പൊതുമേഖലാ വ്യവസായങ്ങളുടെ വളർച്ചയ്ക്കാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത്. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. പ്രസ്താവനകൾ 1, 2, 4 ശരിയാണ്. പ്രസ്താവന 3 ശരിയല്ല. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1961 അവസാനിച്ചിരുന്നു. 1962 യുദ്ധം മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നടന്നത്. 1991 നവസാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളെക്കുറിച്ചുള്ള ശരിയുത്തരം ഏതാണ്? പ്രസ്താവന 1, 1991 ഇന്ത്യ ഗുരുതരമായ വിദേശ നാണയ പ്രതിസന്ധി നേരിട്ടിരുന്നു. പ്രസ്താവന 2, ഈ കാലയളവിൽ രാജ്യത്തിൻ്റെ ഇറക്കുമതി ചെലവ് കയറ്റുമതി വരുമാനത്തേക്കാൾ കൂടുതലായിരുന്നു. ഓപ്ഷൻ എ പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. നൽകിയിരിക്കുന്ന 2 പ്രസ്താവനകളും 1991 നവസാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയുത്തരം ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? പൗരന്മാർക്കുള്ള 10 അടിസ്ഥാന കടമകൾ ഭരണഘടനയിൽ കൂടിച്ചേർത്തു. ലോക്സഭയുടെ കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമായി ഉയർത്തി. സ്വത്താവകാശം മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എടുത്തുമാറ്റി. ഇന്ത്യയെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിൽ നിന്ന് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. 44ാം ഭേദഗതി നിയമപ്രകാരമായിരുന്നു സ്വത്താവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21മായി ബന്ധപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ ബി അന്തസ്സോടെയുള്ള ജീവിതത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. 1957 കേരളത്തിൽ അധികാരമേറ്റ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ബി 1, 3 ശരിയാണ്. EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. വിദ്യാഭ്യാസ കാർഷിക മേഖലകളിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ തീരുമാനമെടുത്തു. 5 വർഷ കാലാവധി പൂർത്തിയാക്കിയ കേരള നിയമസഭകൾ ഏവ? ഓപ്ഷൻ സി 2, 3 ശരിയാണ്. 7ാം കേരള നിയമസഭ, 9ാം കേരള നിയമസഭ. മനുഷ്യൻ്റെ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഒരു പ്രധാന ധാതുവും അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന പ്രശ്നവും ചൂടെ കൊടുത്തിരിക്കുന്നു. ഇതിൽ നിന്നും ശരിയായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. അയഡിൻ അനീമിയ, പൊട്ടാസ്യം പേശിവലിവ്, ഇരുമ്പ് രാത്രിയിലെ കാഴ്ചക്കുറവ്, സോഡിയം അസ്ഥിക്ഷയം. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, പൊട്ടാസ്യം പേശിവലിവ്. അയഡിൻ്റെ കുറവ് ഗോയിറ്ററിനാണ് കാരണമാകുന്നത്. ഇരുമ്പിൻ്റെ കുറവാണ് വിളർച്ചയ്ക്ക് കാരണമാകുന്നത്. നിശാന്തതയ്ക്ക് വിറ്റാമിൻ എയുടെ കുറവാണ് കാരണമാകുന്നത്. അസ്ഥിക്ഷയം കാൽസ്യം കൂടാതെ ഫോസ്ഫറസിൻ്റെ കുറവ് മൂലമെല്ലാമാണ് ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം,
ആഗോളതാപനം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു പ്രധാന നടപടി എന്ന നിലയിൽ കേരളം ലക്ഷ്യമിടുന്ന പ്രധാന പരിസ്ഥിതി നേട്ടം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ, സംസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ ആക്കുക. 2025 ഫിസിക്സ് നോബൽ സമ്മാനം ലഭിച്ചത്. ഓപ്ഷൻ ബി, മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് സാധ്യമാണെന്ന് കണ്ടെത്തിയതിന്. ഒരു കോൺകേവ് മിററിൻ്റെ 18 സെൻറ്റിമീറ്റർ മുന്നിലായി ഒരു വസ്തു വച്ചിരിക്കുന്നു. മിററിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്വഭാവം. ഓപ്ഷൻ ഡി, 3ഉം 4ഉം. ചെറുത്, യഥാർത്ഥമായത്, തലതിരിഞ്ഞത് മിററിൽ നിന്നും 9 സെൻറ്റിമീറ്റർ ദൂരത്തിൽ വസ്തുവിൻ്റെ അതേ വശത്ത് ഉണ്ടാകുന്നു. അക്വാറീജിയ തയ്യാറാക്കുന്നതിൽ ഉപയോഗിക്കുന്ന ഹാലജൻ ആസിഡ് ഏതാണ്? ഓപ്ഷൻ സി, HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഭാവിയുടെ ലോഹമായ ടൈറ്റാനിയത്തിൻ്റെ അറ്റോമിക നമ്പർ? ഓപ്ഷൻ ബി, 22. താഴെ കൊടുത്തവയിൽ നിന്നും കേരളീയ നാടോടി ദൃശ്യകലകൾ മാത്രം ഉൾപ്പെടുന്ന ഗണങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ സി, 1, 4 ശരി. മുടിയേറ്റ്, പടയണി, തെയ്യം, കാക്കാരശ്ശി നാടകം, തെയ്യം, മുടിയേറ്റ്, ഒപ്പന, കണ്യാർകളി. താഴെ കൊടുത്ത കവിത, കഥ, നോവൽ, നാടകം എന്നീ സാഹിത്യ വിഭാഗങ്ങളിലെ കൃതികളിൽ നിന്നും ശരിയായ ഗണങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി, 3, 4 ശരി. മഞ്ഞ്, മരണ സർട്ടിഫിക്കറ്റ്, ഖസാക്കിൻ്റെ ഇതിഹാസം, ഇനി ഞാൻ ഉറങ്ങട്ടെ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, പാട്ടബാക്കി, അശ്വമേധം, സാകേതം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത്? കീബോർഡ്, മൗസ്, മോണിറ്റർ, സ്കാനർ. ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി, മോണിറ്റർ. താഴെ പറയുന്നവയിൽ ഏതാണ് സെർച്ച് എഞ്ചിൻ? സഫാരി, ഗൂഗിൾ, വിൻഡോസ്, മൈക്രോസോഫ്റ്റ് എഡ്ജ്. സെർച്ച് എഞ്ചിൻ ഓപ്ഷൻ ബി, ഗൂഗിൾ. അടുത്ത് വരുന്നത് പോസ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് ഉത്തരങ്ങൾ മാത്രം നോക്കി പോകാം. 21ാമത്തെ ചോദ്യോത്തരം വരുന്നത് ഓപ്ഷൻ ബി, ഈടും ബലവും ഉണ്ടാകാൻ. 22ാമത്തെ ഉത്തരം ഓപ്ഷൻ സി, മടക്കിയതോ വീണ്ടും മടക്കിയതോ ആയ ഭാഗങ്ങൾ ഒരുമിച്ച് ശേഖരിക്കുക, ഒരു ഭാഗം മറ്റൊന്നിന് താഴെയായി ശരിയായ ക്രമത്തിൽ അറേഞ്ച് ചെയ്യുക. 23 ഓപ്ഷൻ എ, സാഡിൽ സ്റ്റിച്ച് ബൈൻഡിങ്. 24 ഓപ്ഷൻ സി, ക്ലോത്ത്, ലെതർ, ഗ്ലൂ ത്രെഡ്. 25 ഓപ്ഷൻ എ, 841 × 1189 mm. 26 ഓപ്ഷൻ ബി, കൊളേറ്റിംഗ്. 27 ഓപ്ഷൻ എ, മിൽ ബോർഡ്. 28 ഓപ്ഷൻ സി, ഗം കട്ടിയാക്കി ബൈൻഡിംഗ് ശക്തമാക്കാൻ. 29 ഓപ്ഷൻ എ, റോട്ടറി കട്ടർ. 30 ഓപ്ഷൻ ബി, നിറമുള്ള പേപ്പർ. 31 ഓപ്ഷൻ സി, 100. 32 ഓപ്ഷൻ ബി, 120 GSM. 33 ഓപ്ഷൻ എ, സ്ട്രൈറ്റ് ലൈൻ, ഡോട്ടഡ് ലൈൻ, സ്ലാഷ് മാർക്ക്. 34 ഓപ്ഷൻ ബി, ലൈബ്രറി ബുക്കുകൾ, റഫറൻസ് ബുക്കുകൾ. 35 ഓപ്ഷൻ എ, സ്പൈറൽ ബൈൻഡിംഗ്. 36 ഓപ്ഷൻ സി, സിന്തറ്റിക് പശ. 37 ഓപ്ഷൻ സി, നൈലോൺ നൂൽ. 38 ഓപ്ഷൻ ഡി, സ്ക്രീൻ പ്രിൻറ്റിംഗ്. 39 ഓപ്ഷൻ ബി, ഫിനിഷിംഗ്. 40 ഓപ്ഷൻ സി, ഹെഡ് ബാൻഡ്. 41 ഓപ്ഷൻ സി, ലിനൻ നൂൽ. 42 ഓപ്ഷൻ സി, സാഡിൽ സ്റ്റിച്ച് ബൈൻഡിംഗ്. 43 ഓപ്ഷൻ സി, മാർബ്ലിംഗ്. 44 ഓപ്ഷൻ സി, സാഡിൽ സ്റ്റിച്ചിങ്. 45 ഓപ്ഷൻ സി, ടു ഓൺ അല്ലെങ്കിൽ ഓൾ അലോങ്. 46 ഓപ്ഷൻ ഡി, കേസിംഗ് ഇൻ. 47 ഓപ്ഷൻ ബി, ഫോൾഡിംഗ്. 48 ഓപ്ഷൻ എ, ഓവർകാസ്റ്റ് തുന്നൽ. 49 ഓപ്ഷൻ ബി, നോക്കിംഗ് അപ്പ്.
50 ഓപ്ഷൻ സി ഫിനിഷിംഗ്. 51 ഓപ്ഷൻ ബി ഗിൽഡിംഗ്. 52 ഓപ്ഷൻ ബി സിഗ്നേച്ചേഴ്സ്. 53 ഓപ്ഷൻ ബി ഷെൽഫ് ലൈഫ് കൂട്ടാൻ. 54 ഓപ്ഷൻ സി കേസ് ബൈൻഡിംഗ്. 55 ഓപ്ഷൻ സി ഫ്രഞ്ച് ഫോൾഡ്. 56 ഓപ്ഷൻ സി താഴ്ന്നത്. 57 ഓപ്ഷൻ ബി ബാക്കിംഗ് ബോർഡുകൾ. 58 ഓപ്ഷൻ സി ഗോഫറിംഗ്. 59 ഓപ്ഷൻ എ പേപ്പർ ഗില്ലറ്റിൻ. 60 ഓപ്ഷൻ എ സ്റ്റാക്കിംഗ്. 61 ഓപ്ഷൻ സി അക്കൗണ്ട് ബുക്ക് ബൈൻഡിംഗ്. 62 ഓപ്ഷൻ സി സ്റ്റേഷനറി ബൈൻഡിംഗ്. 63 ഓപ്ഷൻ ബി ലാമിനേഷൻ. 64 ഓപ്ഷൻ ബി പെർഫെക്റ്റ് ബൈൻഡിംഗ്. 65 ഓപ്ഷൻ സി ബ്രിക്ക് കാർട്ടൺ. 66 ഓപ്ഷൻ എ മാനിഫോൾഡ് ബൈൻഡിംഗ്. 67 ഓപ്ഷൻ ബി ഹൈ ഡെൻസിറ്റി പോളിത്തീൻ. 68 ഓപ്ഷൻ എ ഫോയിൽ സ്റ്റാമ്പിംഗ്. 69 ഓപ്ഷൻ സി ബബിൾ റാപ്പ്. 70 ഓപ്ഷൻ ബി ട്രിമ്മിംഗ്. 71 ഓപ്ഷൻ ഡി കെന്നൽ ഫോൾഡ്. 72 ഓപ്ഷൻ എ പേപ്പറുകൾ എളുപ്പത്തിൽ മാറ്റുന്നതിന്. 73 ഓപ്ഷൻ ഡി കാസ്റ്റിംഗ് സോഡ. 74 ഓപ്ഷൻ ബി അരികുകൾ മുറിച്ച് ഭംഗി കൂട്ടുന്നത്. 75 ഓപ്ഷൻ എ പേപ്പർ ബാക്ക് ബൈൻഡിംഗ്. 76 ഓപ്ഷൻ എ അക്കേഷ്യ. 77 ഓപ്ഷൻ സി ഓവർകാസ്റ്റ് സൂയിങ്. 78 ഓപ്ഷൻ ഡി ഫോൾഡിങ്ങിന് ശേഷം. 79 ഓപ്ഷൻ എ ഹോട്ട് മെറ്റൽ പശ. 80 ഓപ്ഷൻ സി ജീവികളുടെ ശല്യം കുറയ്ക്കാൻ. 81 ഓപ്ഷൻ എ സെറ്റപ്പ് ബോക്സുകൾ. 82 ഓപ്ഷൻ ഡി ബ്രിക്ക് കാർട്ടൺ. 83 ഓപ്ഷൻ ബി ഫ്ലെക്സോഗ്രഫി. 84 ഓപ്ഷൻ സി ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. 85 ഓപ്ഷൻ സി പാനലുകളുടെ ദൃഢതയ്ക്കും പാനലുകൾ മങ്ങിപ്പോകുന്നതിനെ പ്രതിരോധിക്കുന്നതിനും. 86 ഓപ്ഷൻ സി ക്രീസിംഗ് റൂൾ. 87 ഓപ്ഷൻ എ 7. 88 ഓപ്ഷൻ ബി സ്നാപ്പ് ലോക്ക് ബോട്ടം. 89 ഓപ്ഷൻ ഡി ഇവയെല്ലാം ഡൈ കട്ടിംഗ്, സ്ലോട്ടിംഗ്, ഫോൾഡിംഗ്, ഗ്ലൂയിങ് ആൻഡ് സ്റ്റിച്ചിങ്. 90 ഓപ്ഷൻ എ സ്ലീവ് ആൻഡ് ട്രേ. 91 ഓപ്ഷൻ ബി ഷ്രിങ്ക് റാപ്പ്. 92 ഓപ്ഷൻ ബി 1, 2, 3 ലീഗൽ മെട്രോളജി ആക്ട്, FSSAI മാനേജ്മെൻറ്റ് ചട്ടങ്ങൾ, BIS. 93 ഓപ്ഷൻ എ 1, 2, 3 പേര്, ബ്രാൻഡ്, അളവ്, വില, ഘടകങ്ങൾ, ബാച്ച് നമ്പർ. 94 ഓപ്ഷൻ സി ജൂലൈ 2025. 95 ഓപ്ഷൻ ഡി റോട്ടറി ഡൈ കട്ടർ. 96 ഓപ്ഷൻ സി 1, 2, 3 ഉൽപ്പന്നങ്ങളെ ഒതുക്കി നിർത്തലും സംരക്ഷണവും, ഉൽപ്പന്നത്തെ തിരിച്ചറിയൽ, ഉൽപ്പന്നത്തെ സംബന്ധിച്ച വിവരങ്ങൾ ഉപയോഗിക്കാനുള്ള സൗകര്യം. 97 ഓപ്ഷൻ ബി 1, 4, 5 വിവിധ രൂപങ്ങളിലും നിറങ്ങളിലും നിർമ്മിക്കാം. വാതകങ്ങൾ നിറച്ച പാനീയങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ ഉള്ളിലെ മർദ്ദം സഹിക്കും. രാസവസ്തുക്കളുമായി പ്രവർത്തിക്കാത്തത്. 98 ഓപ്ഷൻ ഡി PET പെറ്റ്, പോളിത്തീൻ ടെറഫ്തലേറ്റ്. 99 ഓപ്ഷൻ എ ബ്രിക്ക് കാർട്ടൺ. 100 ഓപ്ഷൻ ഡി മുറിച്ച കാർട്ടനുകൾ മെഷീനിലൂടെ നീങ്ങുമ്പോൾ വേർപെട്ടു പോകാതിരിക്കാൻ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.